കൃഷിഭവനിലെ ഉദ്യോഗസ്ഥർ, കൃഷിയോട് താല്പര്യമുള്ള ഉദ്യോഗസ്ഥർ വന്നെങ്കിൽ മാത്രമേ കർഷകർക്ക് ഗുണം കിട്ടുള്ളൂ. ശമ്പളത്തിന് വേണ്ടി വരുന്നവരാണ് എല്ലാവരും. സർക്കാർ ജോലി കിട്ടിയാൽ 1-ാം തീയതി ശമ്പളം ഉറപ്പാണ് എല്ലാവർക്കും. ജോലിയുടെ കൂറ് പുലർത്തുന്നവർ കുറവാണ്. ഞാൻ ഇപ്പോൾ ഒരു ചാക്ക് ചാടാൻ പഠിക്കണമെങ്കിൽ എനിക്ക് 500 രൂപ കൊടുക്കണം. അത് ഒരു ചാക്കെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ കൊണ്ടുതരുന്നതാണ്. അതൊരു 3/4 ചാക്കേ ഉണ്ടാവുള്ളൂ. നമുക്ക് കൃഷിഭവനിൽ നിന്നൊന്നും കിട്ടാറില്ല. കടലപ്പിണ്ണാക്കിന് 65 രൂപയാണ് 1 കിലോയ്ക്ക്. ഞാൻ ഈ കടലപ്പിണ്ണാക്ക് 15 രൂപ മുതൽ മേടിക്കണതാണ്. അന്നൊക്കെ 15 രൂപയാണ് ഞങ്ങൾ തുടങ്ങിയ സമയത്തൊക്കെ. ഇപ്പം 65 രൂപയാണ് കടലപ്പിണ്ണാക്ക്. 2018 ഭർത്താവ് മരിക്കണത്. ഇപ്പം എന്താ അറിയിക്കാൻ ഒരു പേപ്പർ വായിക്കാത്ത മനുഷ്യനില്ലല്ലോ. കൃഷിഭവനിൽ പേപ്പർ വരുമല്ലോ, അവർ വായിക്കണമല്ലോ. അതിനുശേഷം ഞങ്ങൾ ഇതുവരെ അങ്ങോട്ട് കയറിയിട്ടില്ല. കാണട്ടെ, ഞാൻ നുണയല്ല പറയുന്നത്. ഞാൻ ഒരു നുണയും പറഞ്ഞിട്ടില്ല, ഉള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഞാൻ പറയുന്നത് നമ്മളൊരു കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ഒരു പ്രോത്സാഹനം തന്നാൽ, നമുക്ക് പണം തന്നല്ല. വീടിന്റെ ടെറസിൽ മാവ് നിൽക്കുന്ന എങ്ങാനും വീഴുവോ? ഇതുവരെ ആർക്കൊന്നും സംഭവിച്ചാലും ഞങ്ങളുടെ വീടിന് ഒരു കുഴപ്പമില്ല. എല്ലാവരുടെയും നോട്ടം മുഴുവൻ ഞങ്ങളുടെ മാവേലിക്കാണ്. അയൽവക്കത്തുകാരും പറയും കാറ്റ് വരുമ്പോൾ ഞങ്ങൾ നിങ്ങളുടെ മാവേലിക്കാൻ നോക്കണേ. വേര് താഴത്തേക്ക് ഇറങ്ങി വീടിന് വിള്ളലൊന്നും വീഴത്തില്ലേ? അപ്പോ താഴത്തേക്ക് ഇറങ്ങാതിരിക്കാനാണ് ഞങ്ങൾ സിമന്റ് ചാന്ത് വെച്ച് ഇതിപ്പോ നമുക്ക് കാണുവാണെങ്കിൽ, നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ മനസ്സിലാകും. ഇതിപ്പോ കണ്ടുകഴിഞ്ഞാൽ നമ്മൾ വീടിന്റെ ടെറസാന്ന് തോന്നില്ല, ഒരു പറമ്പിൽ നടക്കുന്ന ഒരു പ്രതീതിയാണ് ഉള്ളത്. ആളുകളൊക്കെ ഇങ്ങനെ വിളിച്ച് ചോദിക്കാറുണ്ടോ ഇതുപോലെ വീടിന്റെ ടെറസിൽ മാവ് വെക്കണം എന്ന് ആഗ്രഹമുണ്ട്? പെണ്ണുങ്ങളാരും സമ്മതിക്കില്ല. വെക്കണ്ടല്ലോ, എല്ലാവരും ടബിലല്ല വെക്കുന്ന. എല്ലാവരും ഒരുപാട് ആൾക്കാർ കൃഷി ചെയ്യുന്നുണ്ടല്ലോ ഇപ്പോഴും. പക്ഷെ ആരും ഇതുപോലെ മണ്ണിൽ വെച്ചിട്ടില്ല. നമ്മൾ മക്കളെക്കാൾ കൂടുതലായിട്ട് വരെ സ്നേഹിക്കണം. മക്കളെ സ്നേഹിച്ച് ഇത്ര നമുക്ക് കിട്ടൂല. നാരകം നട്ടണം, നാരി നടിച്ചിടം, തറവാട് കുളം തോണ്ടുന്നാണ് പഴയ ശാസ്ത്രങ്ങൾ. ഇതുപോലെ ചെയ്യാൻ എല്ലാവർക്കും ധൈര്യം വരില്ല. എല്ലാവർക്കും പേടിയായിരിക്കും. പക്ഷെ നമ്മളുള്ള സ്ഥലത്ത് ഒരു ചട്ടിയെങ്കിലും വെച്ചിട്ട്, ഇപ്പൊ ഗ്രോ ബാഗുകൾ, ചട്ടികളൊക്കെ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നമുക്ക് അത്യാവശ്യമുള്ള ഏറ്റവും കൂടുതൽ വിഷം പച്ചമുളകില്, വേപ്പിലയിലൊക്കെയാണ്. അപ്പം നമ്മൾ സമയമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പൊ ജോലിക്ക് പോകുന്നവർക്കാണെങ്കിലും ഫുൾ ടൈം ഓഫീസിലിരിക്കാമല്ലോ. നമ്മൾ വീട്ടിൽ വന്നാൽ അതുപോലെ ഫുൾ ടൈം അടുക്കളപ്പണിയല്ലല്ലോ. എല്ലാ വിഷമങ്ങളും ഇവരുടെ അടുത്ത് നിൽക്കുമ്പോൾ മാറും. ഇവരുടെ അടുത്ത് വർത്താനം പറയാറുണ്ടോ? കാറ്റില്ലെങ്കിൽ അവരെ വഴക്ക് പറയും. എല്ലാം ചോദിക്കും, വെട്ടിക്കളയുന്നൊക്കെ പറയും. അപ്പൊ നമുക്കത് അതിൽ നിന്ന് അന്നേരം കിട്ടും. നമുക്ക് അന്നേരം നമ്മളൊക്കെ വീടിന്റെ ടെറസിൽ പലതരം കൃഷികളൊക്കെ ചെയ്യാറുണ്ടല്ലേ. എന്നാ വീടിന്റെ ടെറസിൽ ഒരു മാവ് നട്ട് പിടിപ്പിക്കാൻ പറ്റുമോ? അങ്ങനെ പറ്റുമെന്ന് തെളിയിച്ച ഒരാളെ തേടിയാണ് ഇന്ന് ലെറ്റ്സ് ടോക്ക് മലയാളം എത്തിയിട്ടുള്ളത്. സരസ്വതി അമ്മേ, നമസ്കാരം. നമസ്കാരം. സന്തോഷം. എനിക്ക് സന്തോഷം. നമ്മൾ പലതരത്തിലുള്ള കൃഷികളൊക്കെ കണ്ടിട്ടുണ്ട്. വീട്ടിലിപ്പോൾ ടെറസിൽ എല്ലാവരും പച്ചക്കറി കൃഷി നടത്താറുണ്ട്. പക്ഷേ ഈ വീടിന്റെ ടെറസിൽ മാവൊക്കെ നട്ട് വളർത്തുക എന്നൊക്കെ പറഞ്ഞാൽ ഇത് വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. അതിപ്പോ ഇത് 32 വർഷമായ മാവാണ്. 32 വർഷം കഴിഞ്ഞ മാവാണ് ഈ നിൽക്കുന്നത്. 3 കൊല്ലമായപ്പോ ഇത് കായ്ച്ചു മൂവാണ്ടനായി തുടങ്ങി. അന്ന് തുടങ്ങി ഇന്ന് വരെ ഞങ്ങൾക്ക് മാങ്ങ തന്നോണ്ടിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇതിന്റെ ഇല്ലേ വേര് താഴത്തേക്ക് ഇറങ്ങി വീടിന് വിള്ളലൊന്നും വീഴത്തില്ലേ? അപ്പോ താഴത്തേക്ക് ഇറങ്ങാതിരിക്കാനാണ് ഞങ്ങൾ സിമന്റ് ചാന്ത് വെച്ച് തറ. ഇതിപ്പോ നമുക്ക് കാണുവാണെങ്കിൽ, നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ മനസ്സിലാകും. ഇതിപ്പോ കണ്ടുകഴിഞ്ഞാൽ നമ്മൾ വീടിന്റെ ടെറസാന്ന് തോന്നില്ല, ഒരു പറമ്പിൽ നടക്കുന്ന ഒരു പ്രതീതിയാണ് ഉള്ളത്. ഇതിപ്പോ നമ്മൾ ഇങ്ങനെ ഇപ്പുറത്തേക്ക് വരാതിരിക്കാനാണ് ഈ ചാലും കൂടെ കെട്ടിയേക്കുന്നത് അല്ലേ. അതെ, ഇതിന്റെ വേര് വണ്ണം വെച്ചിട്ട് ഈ അരികത്ത് വരെ എത്തിയിട്ടുണ്ട്, അപ്പുറത്തേക്ക് എത്തിയിട്ടില്ലത്. എല്ലാവർക്കും ഒരു പേടിയാണ്, ഇപ്പം വീടിന്റെ ടെറസിൽ മാവ് നിൽക്കുന്ന എങ്ങാനും വീഴുവോ? ഇതുവരെ ആർക്കൊന്നും സംഭവിച്ചാലും ഞങ്ങളുടെ വീടിന് ഒരു കുഴപ്പമില്ല. എല്ലാവരുടെയും നോട്ടം മുഴുവൻ ഞങ്ങളുടെ മാവേലിക്കാണ്. ആണല്ലേ. അയൽവക്കത്തുകാരും പറയും കാറ്റ് വരുമ്പോൾ ഞങ്ങൾ നിങ്ങളുടെ മാവേലിക്കാൻ നോക്കണേന്ന്. മാവാണ് എല്ലാവരുടെയും പ്രശ്നം അല്ലേ. അതെ, എല്ലാവരും നോക്കുമ്പോഴും. അപ്പൊ കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ ഫോട്ടോ ഒക്കെ എടുത്ത് താഴേക്ക് ഇറങ്ങിയപ്പോൾ ഒരു വഴിയാത്രക്കാരൻ സംശയം ചോദിച്ചിട്ട് ഇത് താഴെന്ന് വന്നതാണ് മുകളിൽ നിന്ന് വന്നതാണ്. അതാണ് എല്ലാവർക്കും അറിയേണ്ടത്, ഇതിന്റെ വേര് എങ്ങോട്ടേക്കാണ് പോകുന്നത്. അത് തന്നെയാ. അപ്പൊ അതാണ് ഇത് ഇത്രയും സ്ഥലത്ത് ഈ നാരകത്തിന്റെയും മാവിന്റെയും വേര് ഇതിന്റെ ഇപ്പുറത്തേക്ക് വരില്ല. നമ്മളങ്ങനെ ചെയ്തിരിക്കുന്നത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കെട്ടിയേക്കുന്നത്. വരാണ്ടിരിക്കാൻ വേണ്ടിയല്ല, പിന്നെ വെള്ളം പോകാനും കൂടിയാണ്. വെള്ളം പോകാൻ വേണ്ടിയിട്ടല്ല. ആളുകളൊക്കെ ഇങ്ങനെ വിളിച്ച് ചോദിക്കാറുണ്ടോ ഇതുപോലെ വീടിന്റെ ടെറസിൽ മാവ് വെക്കണം എന്ന് ആഗ്രഹമുണ്ട്? അല്ല, 1-2 പക്ഷി പെണ്ണുങ്ങളാരും സമ്മതിക്കില്ല. ആണല്ലേ. വെക്കണ്ടല്ലോ, എല്ലാവരും ടബിലല്ല വെക്കുന്ന. എല്ലാവരും ഒരുപാട് ആൾക്കാർ കൃഷി ചെയ്യുന്നുണ്ടല്ലോ ഇപ്പോഴും. പക്ഷെ ആരും ഇതുപോലെ മണ്ണിൽ വെച്ചിട്ടില്ല. എല്ലാവർക്കും പേടിയാണ്. ഇതേപോലെ മണ്ണിൽ
ഞങ്ങളുടെ വീട് പോലെ തന്നെ പാലാറ്റൂട്ടപ്പോൾ ഒരു വീടുണ്ടാക്കി, നാരകം മാവൊക്കെ വെച്ച്. പക്ഷെ അവർ സമ്മതിച്ചിട്ട്. പിന്നെ നാരകം വീട്ടിൽ നിൽക്കുന്നത് സാധാരണ പൊതുവെ ഹിന്ദുക്കൾക്ക് ബുദ്ധിമുട്ടാണ്, അതൊരു അപശകുനമാണ്. അങ്ങനെയൊക്കെ ഉണ്ടോ? പിന്നെ നാരകം അതെന്തുകൊണ്ടാ അങ്ങനെ? നാരകം വെച്ചാൽ അത് വീട് നശിഞ്ഞു പോകുന്ന, നാരകം നട്ടിടം നാരി നടിച്ചിടം തറവാട് കുളം തോണ്ടുന്നാണ് പഴയ ശാസ്ത്രങ്ങൾ. ഇപ്പൊ ചൂട് കാലത്തെ ഇവിടെ തണുപ്പും അധികം ചൂടുണ്ടാവില്ലല്ലോ, ഇവിടെ തണുപ്പായിരിക്കും അല്ലേ? ചൂടില്ല. ചൂട് കാലത്ത് നമ്മൾ തട്ട് നനയ്ക്കുന്നുണ്ടല്ലോ, ഇതിനൊക്കെ വെള്ളം ഒഴിക്കണ്ടേ. നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ആ നനവെള്ളം അടിയിലേക്ക് ചൂട് വരില്ല. മോനെങ്ങനെ കൃഷിയിലൊക്കെ താല്പര്യമുണ്ടോ? കുഴപ്പമില്ല, പക്ഷെ അവർക്ക് സമയമില്ലല്ലോ. എല്ലാ വിഷമങ്ങളും ഇവരുടെ അടുത്ത് നിൽക്കുമ്പോൾ മാറും. ഇവരുടെ അടുത്ത് വർത്താനം പറയാറുണ്ടോ? പിന്നെ അത് കാഴ്ചയില്ലെങ്കിൽ അവർ വഴക്ക് പറയും. വഴക്ക് പറയോ? എന്താ കഴിക്കാത്തേന്നൊക്കെ ചോദിക്കോ? എല്ലാം ചോദിക്കും, വെട്ടി കളയുന്നൊക്കെ പറയും. അപ്പൊ നമുക്കത് അതിൽ നിന്ന് അന്നേരം കിട്ടും. നമുക്ക് അന്നേരം മക്കളെ പോലെയാണ് നോക്കുന്നത്. നമ്മളെ മക്കളെക്കാൾ കൂടുതലായിട്ട് ഇവരെ സ്നേഹിക്കണം. മക്കളെ സ്നേഹിച്ച് ഇത്ര നമുക്ക് കിട്ടൂല, സന്തോഷം കിട്ടൂല. പക്ഷെ ഇവരെ സ്നേഹിക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായ സന്തോഷം. ഇപ്പൊ നമ്മൾ പോകുന്ന ടെറസ് രണ്ടാമത് എടുത്തിരിക്കുന്ന ടെറസാണ്. ഇവിടെ നമ്മളിങ്ങനെ മണ്ണിട്ട് കെട്ടിയിട്ടുണ്ടല്ലോ. മണ്ണിട്ട് കെട്ടിയേക്കുന്നത് അവിടെ ഒരു ഒന്നൊന്നര അടി മണ്ണിട്ടിട്ടുണ്ട്. ഇതിപ്പോ കുറച്ച് മണ്ണിട്ടിട്ടുണ്ട്. ഇവിടെ നമ്മൾ അത്രയും വേരിറങ്ങാനുള്ള ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് അത്രയും. ഇവിടെ എന്തൊക്കെയാ ഉള്ളേ? ഇവിടെ ഇപ്പൊ മാവുണ്ട്. ഇവിടെ മാവുണ്ട് അല്ലേ? വേപ്പുണ്ട്, നാരകമുണ്ട്, അവിടെ കരിമ്പുണ്ട്. ഇതിന്റെയൊക്കെ ഈ തൈകള് അല്ലെങ്കിൽ വിത്തൊക്കെ കൃഷിഭവനിൽ നിന്നൊക്കെയാണോ കളക്ട് ചെയ്യുന്നത്? ഇതൊന്നും കൃഷിഭവനിൽ നിന്നല്ല, ഇതൊക്കെ നമ്മൾ ഓരോ സ്ഥലത്തുനിന്ന് വാങ്ങിക്കുന്നത്. ഓരോ സ്ഥലത്ത് ഇങ്ങനെ പോവായിരുന്നല്ലോ, അപ്പൊ അവിടെ നിന്നൊക്കെ കിട്ടുമ്പോ അങ്ങനെ മേടിക്കുന്നതാണ്. ഇന്നത്തെ കാലത്തെ ഇപ്പൊ പലരും സ്ഥലമില്ല അല്ലെങ്കിൽ സമയമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കൃഷി ചെയ്യാതെ ഇരിക്കാറുണ്ടല്ലോ. അപ്പൊ ഇത്രയും പ്രായമായിട്ട് കൃഷിനെയൊക്കെ ഇങ്ങനെ സ്നേഹിക്കുന്ന കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ ആളുകളുടെ അടുത്ത് ഇപ്പം എന്തെങ്കിലും ഉപദേശം കൊടുക്കാറുണ്ട് ഇപ്പൊ ഈ കൃഷി ചെയ്യാൻ താല്പര്യമുള്ള? കൃഷി ചെയ്യണം, നമ്മളെ സ്ഥലം ഇല്ലെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇപ്പൊ സ്ഥലം ഇല്ലാട്ടല്ല നമ്മൾ ചെയ്യണം. പക്ഷെ ഇതുപോലെ ചെയ്യാൻ എല്ലാവർക്കും ധൈര്യം വരില്ല, എല്ലാവർക്കും പേടിയായിരിക്കും. പക്ഷെ നമ്മളുള്ള സ്ഥലത്ത് ഒരു ചട്ടിയെങ്കിലും വെച്ചിട്ട്, ഇപ്പൊ ഗ്രോ ബാഗുകൾ ചട്ടികളൊക്കെ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നമുക്ക് അത്യാവശ്യമുള്ള ഏറ്റവും കൂടുതൽ വിഷം പച്ചമുളകില് വേപ്പിലയിലൊക്കെയാണ്. അതെങ്കിലും നമുക്ക് വയ്ക്കാൻ പോകും. ഒരു ചെറിയ ആശ്വാസം കിട്ടില്ല നമുക്ക്. അപ്പം നമ്മൾ സമയമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പം ജോലിക്ക് പോകുന്നവർക്കാണെങ്കിലും ഫുൾ ടൈം ഓഫീസിലിരിക്കുകയല്ലല്ലോ, നമ്മൾ വീട്ടിൽ വന്നാൽ അതുപോലെ ഫുൾ ടൈം അടുക്കളപ്പണിയല്ലല്ലോ. നമുക്ക് അതിൽ നിന്നൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സമയം കണ്ടെത്താൻ പറ്റും. അല്ലെങ്കിൽ അലസമായിട്ടിരുന്നാൽ നമ്മൾ പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. പക്ഷെ അതിൽ നിന്ന് നമുക്കൊരു മാനസികോല്ലാസം കിട്ടും. നമ്മളത് ചെയ്യുമ്പോൾ ആ ഒരു ചെടി നമ്മൾ നട്ട് അത് വളരുന്നുണ്ടോ എന്ന് നോക്കുമ്പോൾ നമുക്കത് ഒരു സന്തോഷമാണത്. അതിനെ വളർത്തിയെടുക്കുക, അത് കഴിഞ്ഞ് അതിനൊരു കായിടുമ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷം. അത് നമുക്ക് മറ്റുള്ളവരോട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇന്നത്തെ കാലത്തെ യുവതലമുറയ്ക്കൊക്കെ കൃഷി എന്നൊക്കെ പറയുമ്പം ഒത്തിരി ആൾക്കാർ ഇതിലേക്ക് വരുന്നുണ്ട്. പക്ഷെ അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ നമുക്ക് ഏക്കർ കണക്കിന് സ്ഥലത്തൊന്നും ചെയ്യാനില്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞൊരു മറ്റു കാര്യമില്ലല്ലോ. ഇപ്പം ഞങ്ങൾ പറഞ്ഞില്ലേ, ഇപ്പം 3 സെൻറ്റിലാണ് നമ്മൾ ഈ കാണിക്കുന്നത്, അതും പെരയുടെ മുകളിലാണ്. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അത് കൃഷിയോട് താല്പര്യമുള്ളവർ എല്ലാവരും വരണം എന്നാണ് ഞാൻ പറയണത്. നമ്മളതിന് വേണ്ടി ശ്രമിച്ചെങ്കിൽ, അല്ലാതെ നമ്മൾ അങ്ങനെ മടി പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. നമ്മളത് വരണം, മുന്നോട്ട് വരണം. നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്, നമുക്ക് രോഗം കുറയും. ഈ വീട്ടിലൊക്കെ ഇപ്പൊ കൃഷി ചെയ്യുന്ന ആളുകൾ ഉണ്ടാവില്ല, ഇപ്പം വീടിന്റെ ടെറസിലൊക്കെ. അപ്പം ആദ്യമായിട്ട് ഇപ്പം അമ്മയുടെ വീഡിയോ കണ്ടിട്ടായിരിക്കും അവർക്ക് ഇങ്ങനെ കൃഷി ചെയ്യാനൊക്കെ ഒരു താല്പര്യം വരുന്നത്. അപ്പൊ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ കുറച്ച് ടിപ്സ് എന്തൊക്കെയായിരിക്കും? ഞാൻ പറയണ ഈ കീടനാശിനികളൊന്നും ഉപയോഗിക്കരുത്. അതുപോലെ മറ്റു വളങ്ങൾ, നമ്മൾ പച്ചച്ചാണകം കിട്ടാൻ പാടാണ്. അതുമല്ല ഇപ്പം പഴയതുപോലെ പുല്ലും വയ്ക്കലും തിന്നുന്ന പശുക്കളല്ല ഇപ്പോഴും. മനുഷ്യനെ പോലെ ഭക്ഷണം കഴിക്കുന്ന പശുക്കളാണ്, അവർക്കും കിട്ടുന്നതാണ്. അപ്പം നമ്മളെ ഈ വിഷമില്ലാത്ത സാധനം അല്ലാതെ നമ്മൾ മറ്റേ ഇപ്പം ഈ ഒരുപാട് കൃഷി ചെയ്യുന്നവരുണ്ടല്ലോ, അവരും മറ്റേ ഇംഗ്ലീഷ് വളം ഇട്ടിട്ടാണ് ഈ ചെയ്യുന്നത്.
ജൈവ കൃഷിയാണെന്നും പറഞ്ഞ് എല്ലാവരും ചെയ്യും. പക്ഷെ ആദ്യം തുടക്കത്തിൽ അവർ ചെയ്യുന്നത് ഈ ഇംഗ്ലീഷ് വളം ഇട്ടിട്ടാണ്. ഈ ഫാക്ടം ഫോസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതൊക്കെ ഇട്ട് കഴിഞ്ഞെങ്കിൽ യൂറിയ ഇതൊക്കെ ഇട്ടെങ്കിലേ ചെടി പൊങ്ങി കിട്ടുള്ളൂ. അത് ഒരു പരിധിവരെ ആക്കി കഴിഞ്ഞതിന് ശേഷമാണ് അവർ പിന്നെ എന്നിട്ട് അവർ ജൈവ കൃഷിയാണെന്ന് പറയുന്നത്. അപ്പം ഞാൻ പറയുന്നത് ഒട്ടും ഇംഗ്ലീഷ് വളം ചേർക്കാതെ നമ്മൾ ശരിക്കും അപ്പം നമുക്ക് നഷ്ടമാണ്. ഞങ്ങൾ ഈ ഒരു സെൻറ്റിൽ ചെയ്യുന്ന പോലെയല്ല, ഒരുപാട് ഏക്കർ കണക്കിന് ചെയ്യുന്നവർക്ക് നഷ്ടമാണ്. പക്ഷെ ആ നഷ്ടം നോക്കി നിന്നാൽ നമ്മുടെ ആരോഗ്യത്തിന് കോട്ടം വരും. കോട്ടം വരാതിരിക്കും നമ്മളത് നഷ്ടം നോക്കി നിന്നാൽ. മറ്റേ വിഷം കൂടുതലുള്ളത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ വിളവ് കിട്ടും, നമുക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാകും. പക്ഷേ അത് കഴിക്കുന്നവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും. അപ്പം അത് നമ്മൾ നോക്കണം. നമ്മൾ ഒരു ലാഭം മാത്രം നോക്കിയാൽ പോരാ, നമ്മുടെ ജീവിതത്തിൽ അറ്റം വരെ നമുക്ക് ജീവിക്കാനുള്ളൊരു ഇത് നോക്കണം. നഷ്ടമാണെന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഞങ്ങളിപ്പോൾ ഇത് ചെയ്തിട്ട് എനിക്ക് വലിയ നഷ്ടമൊന്നും വരുന്നില്ല. ഞാൻ പറയില്ല, എനിക്ക് ഇതിനൊക്കെ വളം മേടിക്കാൻ 10 പൈസ എൻ്റെ കയ്യിൽ നിന്ന് ചിലവാകണ്ട. പിന്നെ എനിക്ക് എന്തെങ്കിലും ആർക്കെങ്കിലും 10 രൂപ കൊടുക്കണമെങ്കിൽ മക്കളോട് ചോദിക്കണ്ട, എൻ്റെ പെൻഷൻ പൈസ എടുക്കണ്ട, ഒന്നും എടുക്കണ്ട, എനിക്ക് ഇതിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട് പൈസ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഒരു സന്തോഷമല്ലേ. അപ്പോൾ ഇത് നമ്മൾ ഇംഗ്ലീഷ് വളം ഇട്ടിട്ടുണ്ടാക്കണമല്ല, നമ്മൾ ജൈവവളം മാത്രം ഇട്ടുണ്ടാക്കണതാണ്. അപ്പോൾ ഈ കണക്കിന് ഏക്കർ കണക്കിനുള്ളവർക്ക് ഇതൊക്കെ തന്നെ ലാഭം കിട്ടും. ചാണകത്തിനൊക്കെ അല്ല, ബൾക്കായിട്ട് മേടിക്കുമ്പോൾ അവർക്കൊന്ന് ഞാൻ ഇപ്പോൾ ഒരു ചാക്ക് ചാണകം മേടിക്കണമെങ്കിൽ എനിക്ക് 500 രൂപ കൊടുക്കണം. അത് ഒരു ചാക്കെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ കൊണ്ടുതരുന്നതാണോ? അതൊരു 3/4 ചാക്കേ ഉണ്ടാവുള്ളൂ, അതിനൊരു 500 രൂപ കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ പുറത്തുനിന്നാണ് എല്ലാം വേണ്ടത്, നമുക്ക് കൃഷിഭവനിൽ നിന്നൊന്നും കിട്ടാറില്ല. അത് വേപ്പൻ പിണ്ണാക്കിനാണെങ്കിൽ കടലപ്പിണ്ണാക്കിന് 65 രൂപയാണ് 1 കിലോയ്ക്ക്. ഞാൻ ഈ കടലപ്പിണ്ണാക്ക് 15 രൂപ മുതൽ മേടിക്കുന്നതാണ്. അന്നൊക്കെ 15 രൂപയാണ് ഞങ്ങൾ തുടങ്ങിയ സമയത്തൊക്കെ. ഇപ്പം 65 രൂപയാണ് കടലപ്പിണ്ണാക്ക്. സർക്കാർ ഒരു രീതിയിൽ ഇപ്പം നമ്മളിങ്ങനെ കർഷകരെ സഹായിക്കില്ലേ? സർക്കാർ കർഷകരെയൊക്കെ സഹായിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് ഞാൻ പറയുന്നത് നമ്മളിത് പറഞ്ഞു തരുമ്പം ഇതാവും. കൃഷിഭവനിൽ ഉദ്യോഗസ്ഥർ കൃഷിയോട് താല്പര്യമുള്ള ഉദ്യോഗസ്ഥർ വന്നെങ്കിൽ മാത്രമേ കർഷകർക്ക് ഗുണം കിട്ടുള്ളൂ. അപ്പം അമ്മ പറയുന്ന കൃഷിഭവനിലെ ഇപ്പോൾ എല്ലാവരും അതിനോട് താല്പര്യമുള്ളവരല്ല, ശമ്പളത്തിന് വേണ്ടി വരുന്നവരാണ് എല്ലാവരും. സർക്കാർ ജോലി കിട്ടിയാൽ 1-ാം തീയതി ശമ്പളം ഉറപ്പാണ് എല്ലാവർക്കും. പക്ഷേ ആ ജോലിയോട് കൂറ് പുലർത്തുന്നവർ കുറവാണ്. ആത്മാർത്ഥതയോടെ അല്ല അവർ ആ കൃഷിയുടെ എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഇതിൽ ഞാൻ പറഞ്ഞില്ല, ഈ കൃഷിഭവനിൽ തന്നെ ഞങ്ങളിപ്പോൾ വൈറ്റ് അതിൽ നല്ല കൃഷി ഓഫീസർമാരുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഇവിടെ വരുവും കാണും, നമ്മളെ സഹായിക്കുകയൊക്കെ ചെയ്യും. എന്തെങ്കിലും പരിപാടിക്ക് ഉണ്ടെങ്കിൽ വിളിക്കും, അവിടെ വിത്തുകളൊക്കെ വന്നാൽ വിളിക്കും, നമ്മളെ അവിടെ ക്ലാസ്സുകൾ നടത്തുമ്പോൾ വിളിക്കും, എല്ലാം ചെയ്യുമായിരുന്നു. അപ്പം നമ്മളവിടെ മെമ്പർഷിപ്പ് നമ്മുടെ മെമ്പർഷിപ്പൊന്നുമല്ല, നമ്മളെ അഡ്രസ്സ് കൊടുത്തേക്കുന്നതാണ്. അപ്പം നമ്മളെ ഇങ്ങനെ പ്രോത്സാഹനത്തിനൊക്കെ വിളിക്കുമായിരുന്നു, അങ്ങനെ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഒരു 8 വർഷമായിട്ട്, 8 ഒരു 10-12 വർഷമായിട്ട് നമ്മൾ ഞാൻ പോകാറില്ല. കാരണം എന്നാലിപ്പോൾ വരുന്ന കൃഷി ഓഫീസർമാർക്ക് ഒരു ഒരു ചെടിക്ക് രോഗം വന്നാൽ എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് അറിയില്ല. ഈ നാരകത്തിന് ഇലപ്പൊട്ടും വരും, കായലും ഒരുതരം പൊട്ട് വരും. അപ്പം ഞാനിവിടെ കിടപ്പായ സമയത്ത് കൃഷി ഓഫീസിലവർ വന്ന് കണ്ടെന്ന് പറഞ്ഞു. അപ്പം അപ്പം ഞാൻ പറഞ്ഞേടാ ആ ഇല ഇതുമേലുള്ള എന്താണ് രോഗം, അതിനെന്താണ് പ്രതിവിധി എന്ന് ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ അത് ചോദിച്ചപ്പോൾ അവർ ചിരിച്ച് കളിച്ചത്ര മതി. അപ്പോൾ അതിനെന്താണ് പ്രതിവിധി നമുക്ക് അത് വേണ്ട ഒരു പ്രതിവിധി എന്താണെന്ന് പറഞ്ഞു തരാതെ അവർ ചിരിച്ച് കാണിച്ചെന്ന് എന്നോട് പറഞ്ഞു. അവർക്കറിയില്ല. അതുകൊണ്ടാണ്. അപ്പം ഇത് ഞാനിങ്ങനെ പറയുമ്പോൾ ഇത് പറഞ്ഞത് ഈ യൂട്യൂബ് എടുക്കുമ്പോൾ ഇതെല്ലാം ഒരുവിധം എല്ലാവരും കാണുമല്ലോ, ഇവരും കണ്ടു കാണും. അവര് കാണട്ടെ ഞാൻ നുണയല്ല പറയുന്നത്, ഞാൻ ഒരു നുണയും പറഞ്ഞിട്ടില്ല, ഉള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഞാൻ പറയുന്നത് നമ്മളൊരു കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ഒരു പ്രോത്സാഹനം തന്നാൽ, നമുക്ക് പണം തന്നല്ല, ഒന്നിലും അവിടെ ഒരു വളം വരുമ്പോഴും നമ്മളോട് പറയുക. ഇതിപ്പോൾ എനിക്ക് ചെറിയ ഫോണാണുള്ളത്, എൻ്റെ എനിക്ക് വാട്സാപ്പില്ല. അപ്പോൾ വാട്സാപ്പ് ഉള്ളവർക്ക് ഇടും, അവിടെ ചെടി വന്നിട്ടുണ്ട്, അത് വന്നിട്ടുണ്ട്. പിന്നെ ഗ്രോ ബാഗ് 500 രൂപയ്ക്ക് 25 ഗ്രോ ബാഗ് ചെടിയോടുകൂടെ. അപ്പം ഞങ്ങളിവിടെ ഇങ്ങനെ ചെയ്യുന്നത്, നമുക്ക് ഗ്രോ ബാഗിൻ്റെ ആവശ്യം ഉണ്ടായില്ല.
അപ്പോൾ അവിടെ എന്തെങ്കിലും വന്നെന്ന് ആരെങ്കിലും പറഞ്ഞ് നമ്മൾ അറിഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ പറയാം അത് ഗ്രോ ബാഗുകാർക്കുള്ളതാണ്. ലാസ്റ്റായിട്ട് 2018 ഭർത്താവ് മരിക്കണത്. അതിനു മുമ്പ് നമ്മളോട് ഈ കാർഷിക വിളകളുടെ മത്സരത്തിന് ഫോട്ടോ അയക്കാൻ പറഞ്ഞു. അപ്പം നമ്മുടെ ഇവിടുത്തെ വിളവുകളൊക്കെ വെച്ചിട്ട് ഫോട്ടോ കൊടുത്തിട്ടുണ്ടായി. അതെ, ഡിസംബർ 3 മരിച്ചു. അന്ന് 4 എല്ലാ പേപ്പറിലും ഉണ്ടായിരുന്നു ഇങ്ങനെ പുള്ളി ഒരു യുക്തിവാദിയാണ്. യുക്തിവാദിയിൽ നിന്നും ജൈവകർഷകൻ എന്നൊക്കെ എല്ലാ പേപ്പർ, കൈരളി ഉൾപ്പെടെ ദേശാഭിമാനി ഉൾപ്പെടെ എല്ലാ പേപ്പറിലും ഉണ്ടായിരുന്നതാണ്. ഈ വാദത്തിലുള്ള കൃഷിഭവനിലും പേപ്പർ വരുത്തുള്ളൂ. അവരറിഞ്ഞില്ല. അപ്പോൾ 4 കഴിഞ്ഞ 5 6 കണ്ട് ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞ് അവാർഡിന് വരണം, ടൗൺ ഹാളിലാണ് അവാർഡെന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ്റെ പേരിലാണ്. അപ്പം മോനാണ് എടുത്തത്. അപ്പം മോൻ പറഞ്ഞ് അച്ഛൻ മരിച്ചു പോയി എന്ന് പറഞ്ഞു. അപ്പം എന്താ അറിയിക്കാൻ ഞാൻ ചോദിച്ചു. പേപ്പറിലൊക്കെ ഉണ്ടായല്ലോ എന്നും പറഞ്ഞു. ഇതിപ്പോൾ ആരെയും വിളിച്ച് അറിയിക്കേണ്ട കാര്യമില്ല. പിന്നെ പെട്ടെന്ന് മരിച്ച് നമ്മൾ ആരെയൊക്കെ അറിയിക്കണം, പിന്നെ അറിയിക്കേണ്ട ആരെയൊക്കെ അറിയിച്ച് കൃഷിഭവനിൽ. ഞാൻ പറഞ്ഞു ഒരു പേപ്പർ വായിക്കാത്ത മനുഷ്യനില്ലല്ലോ. കൃഷിഭവനിൽ പേപ്പർ വരുമല്ലോ, അവർ വായിക്കണമല്ലോ. അപ്പം അതിനുശേഷം ഞങ്ങൾ ഇതുവരെ അങ്ങോട്ട് കയറിയിട്ടില്ല. അവാർഡിനും പോയില്ല, ഒന്നിനും പോയില്ല. കൃഷിഭവൻ കുറച്ചും കൂടി ആൾക്കാർ കൃഷിനെ സ്നേഹിക്കുന്ന ആൾക്കാർ, കൃഷിഭവനിൽ കുറേയും കൂടി കൃഷിയോട് താല്പര്യമുള്ള ഓഫീസർമാർ വന്നെങ്കിലേ ആത്മാർത്ഥത ഉണ്ടാവുള്ളൂ. അപ്പം അത് കൃഷി ചെയ്യാനും താല്പര്യം, അങ്ങനെ ആകുമ്പോൾ മറ്റുള്ളവരെ കൃഷി ചെയ്യാൻ താല്പര്യം ഉണ്ടാവും. അവരുടെ പരിധിയിലുള്ള വീടുകളൊക്കെ അവർ പോയി നോക്കുക. അവർക്ക് അതിനാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പൊ കൃഷിഭവനിലെ ഓഫീസർമാര് ചെയ്യേണ്ടത് അവരവരുടെ വാർഡിലുള്ള ആൾക്കാരെ പോയി കാണുക, അതിന് അവിടുത്തെ കൗൺസിലർമാരെ ഏർപ്പാട് ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്ത് അവർക്ക് വേണ്ട ഒരു പ്രോത്സാഹനം കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യും. ഒരുപാടല്ല, അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ എല്ലാവരും താല്പര്യപ്പെടും. അത് അവരെ വന്ന് നോക്കുക, അതിനെന്താണ് കുറവെന്ന്, അതിന്നത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യും. അങ്ങനെയുള്ള പരിപാടികളൊന്നും എൻ്റെ അനുഭവത്തിൽ വന്നില്ല. എന്തായാലും ഒരു മാറ്റം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് ലെറ്റ് സ്റ്റോക്ക് മലയാളം വഴി ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇത് എന്തായാലും അറിയുമായിരിക്കും. അപ്പം അല്ല, കൃഷി ഓഫീസർമാരെ അറിയുന്നുണ്ടാവും. അതുകൊണ്ടാണ് ഇത്ര വർഷമായിട്ടും വരും. അതുകൊണ്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല. ഞങ്ങൾ ആരെയും നോക്കിക്കൊണ്ടല്ല കൃഷി ചെയ്ത് നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ആരെയും പ്രതീക്ഷിച്ചിട്ടല്ല ഈ പണിക്കിറങ്ങിയിരിക്കുന്നില്ല. ആരെയും പ്രതീക്ഷിച്ചിട്ടില്ല, ഒരു സൗജന്യം നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. ഇത്രയും ഇപ്പം 76 വയസ്സായി, ഇത്രയധികം ഇപ്പം സ്വന്തം മക്കളെ പോലെയാണ് ഇവിടെയുള്ള നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി കാണും, ഓരോ ചെടികളെയും അത്രയും സ്വന്തം മക്കളെ പോലെയാണ് സ്നേഹിക്കുന്നത്. അപ്പം അമ്മ ആഗ്രഹിച്ച പോലെ ഇപ്പം കൃഷി ഓഫീസർമാരൊക്കെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കട്ടെ, ഇനി ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറട്ടെ. അപ്പൊ കൃഷിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ട്, നിങ്ങൾക്ക് ഇങ്ങനെ വീടിന്റെ മുകളിൽ കൃഷി ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ അമ്മയോട് ചോദിച്ചാൽ മതി, എല്ലാ സംശയങ്ങളും പറഞ്ഞു തരും. അപ്പം ഇനിയും ഒരുപാട് ചെടികളൊക്കെ നട്ട് വളർത്താൻ ആഗ്രഹമുണ്ട്. അപ്പൊ അതൊക്കെ സാധിക്കട്ടെ, ഇതുപോലെ ആരോഗ്യത്തോടെ നന്നായിട്ട് ഇരിക്കട്ടെ. ഇപ്പം കൃഷിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒരു വലിയ മാതൃകയാണ് ചെടിയാണ് ആരോഗ്യം. ചെടിയാണ് ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം അല്ലേ? ആരോഗ്യം തന്നെ ചെടിയാണ്, അല്ലാതെ ഭക്ഷണമല്ല. അപ്പം എല്ലാവർക്കും ഇപ്പം സരസ്വതി അമ്മയുടെ അടുത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, എല്ലാം നമ്മുടെ അമ്മ പറഞ്ഞു തരും. അപ്പം എന്തായാലും സന്തോഷമായിട്ടിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സന്തോഷം.